അത്തിയിട്ടി നമ്മുടെ ടൊബിനോ, ബേസിൽ, വിനീത് ശ്രീനിവാസൻ ഇവർ മൂന്നുപേരും ഒന്നിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറം ഇതിന്റെ ട്രെയിലർ വന്നപ്പോഴോ ഒന്നും തന്നെ എനിക്കൊരു കാണാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് കണ്ടു. ഒരു വൺ ലൈനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു എൻ്റർടൈനറാണ്. അവസാനം വരെ ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു എൻ്റർടൈനറാണ് സിനിമ. അങ്ങനെ വലിയ സംഭവമൊന്നും അല്ലെങ്കിൽ നല്ലൊരു എൻ്റർടൈനർ തന്നെയാണ്, ബോറടിക്കുന്നില്ല അവസാനം വരെ. അങ്ങനെ ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ അവരൊരു ഫെസ്റ്റ് നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിൽ പെട്ടിട്ട് ഒരു വിദ്യാർത്ഥികൾ മരണപ്പെടുകയാണ്. അങ്ങനെ ആ കോളേജിൽ ഫെസ്റ്റൊക്കെ നിർത്തി വയ്ക്കുകയാണ്. അന്ന് ആ കോളേജിൽ ഫെസ്റ്റിനെ മെയിൻ ആയിട്ട് കൊണ്ടുപോയിട്ടുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ ബേസിൽ ചെയ്ത ക്യാരക്ടറിൻ്റെ ചേട്ടനാണ്. അപ്പോൾ ചേട്ടന് വേണ്ടി പുള്ളി ആ കോളേജിൽ ചേർന്ന് ആ ഫെസ്റ്റ് വീണ്ടും നടത്താൻ ശ്രമിക്കുന്നതും അതിനിടയിൽ അവിടുത്തെ ഒരു ലോക്കലായിട്ടുള്ളൊരു ആളുമായിട്ട് കുട്ടെന്ന് പറയുന്ന ടോവിനോൻ്റെ ക്യാരക്ടർ നമുക്ക് ട്രെയിലറിന് വ്യക്തമാണ്, അവരുമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റുമാണ് സിനിമ പോകുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ മിക്കവാറും ഹ്യൂമർ സൈഡ്, കൂടുതൽ ഹ്യൂമർ ആയിട്ടാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. മെയിൽ ഈഗോ ആണെങ്കിൽ പോലും രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ പോലും ഹ്യൂമറസ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ ഹ്യൂമർ മിക്കവാറും അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി എല്ലാ ഹ്യൂമറും അത്യാവശ്യം വർക്കായിട്ടുണ്ട്. ചിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഹ്യൂമർ തന്നെയാണ്. സിറ്റുവേഷണൽ കോമഡീസും അതിൻ്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായി വർക്കാകുന്ന തരത്തിലുള്ള ഹ്യൂമർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയത്. പിന്നീട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു വിനീത് ശ്രീനിവാസനൊക്കെ വന്നതിന് ശേഷം അത്യാവശ്യം കുറച്ചുകൂടെ നല്ല ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു കിടിലും ക്യാമിയോ ആയിരുന്നു. അത് ആ 10 മിനിറ്റ് ഭയങ്കര ഹ്യൂമർ നല്ല പീക്കിൽ പോയൊരു സമയമായിരുന്നു. അപ്പോൾ ആ 10 മിനിറ്റ് എന്തായാലും ആ ക്യാമിയോയ്ക്ക് ശേഷവും സംഭവമൊക്കെ നൈസായിരുന്നു. പിന്നെ ഹ്യൂമർ ബേസിൽ നമുക്കറിയാം പുള്ളി ഹ്യൂമർ അത്യാവശ്യം നന്നായി ചെയ്യും. ഇടയ്ക്ക് മാത്രം എനിക്ക് ഓവറായി തോന്നി. ആൻഡ് ഇവിടെ ടൊബിനോൻ്റെ ക്യാരക്ടറൈസേഷൻ ആണെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡ് അല്ലാന്ന് തോന്നി എനിക്ക്. കാരണം അതിൽ കാണിക്കുന്നത് പിന്നീട് പുള്ളിക്കൊരു മാസ് ട്രാൻസിഷനൊക്കെ കൊടുക്കാൻ നോക്കിയെങ്കിൽ അതൊന്നും വർക്കായില്ല. എനിക്കത് ഒട്ടും വർക്കായില്ല. അത് മാസ്സായിട്ട് നമുക്ക് തോന്നുമില്ല. മാത്രമല്ല ഇന്റർവെല്ലിന് മുമ്പുള്ള ഒരു സീനാണ്. അത്രയും പീക്കിൽ കൊണ്ട് നിർത്താൻ അവർ ശ്രമിച്ചു, പക്ഷെ അത് പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. ഒരു ഫീലും നമുക്ക് കിട്ടില്ല. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പുള്ളി ഒരു ഹ്യൂമറസ് കലർന്ന ഒരു ടൈപ്പ് ക്യാരക്ടറായി മാറുകയാണ്, മാസിൽ നിന്നും മാറിയിട്ട്. അപ്പോൾ നമുക്ക് കാണുന്നവർക്ക് ഇയാളുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ സ്ട്രക്ചേർഡ് ആയിരുന്ന ക്യാരക്ടറിന് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ആ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ പുള്ളിയുടെ ഒരു ഹ്യൂമറസ് സൈഡിൽ കുറേ വൺ ലൈനേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ചിരിക്കാൻ ഭാഗത്തിന് ഉണ്ടായിരുന്നു ടൊവിനോൻ്റെ തന്നെ. അതുകൊണ്ടൊക്കെ തന്നെ അതായത് ഇതിൻ്റെ മേജർ പോർഷൻ പിടിച്ചു നിർത്തുന്ന ഹ്യൂമറാണ്. അത്യാവശ്യം ആ സിറ്റുവേഷൻ കോമഡിയൊക്കെ വർക്കാവുന്നതുകൊണ്ട് നമുക്ക് ബോറടിക്കാതെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും എന്ന് മാത്രം. പിന്നെ ഇമോഷണൽ സൈഡ് നോക്കുകയാണെങ്കിൽ ചേട്ടനും അനിയനും തമ്മിലുള്ളൊരു ബോണ്ടിങ് കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി വർക്കായില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഹുക്ക് എന്ന് പറയുന്നത് അതാണ്, ആ ഏട്ടന് വേണ്ടിയിട്ടാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് വിജയിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണം, പക്ഷെ അത് തോന്നിയില്ല. ഇമോഷണൽ ഹുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിൽ പറയാവുന്നത്. എങ്കിലും ഒറ്റവാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡീസൻറ്റ് വാച്ച്, ഒരു പ്രാവശ്യം കണ്ട് മറക്കാവുന്ന ഒരു സിനിമയാണ് അതിരടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയുക.